അമേരിക്കയും നാറ്റോയുമല്ല, ഇനി ലോകം മുഴുവനെതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് റഷ്യ. റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഉക്രൈനെതിരെ ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറോഷ്യനിക് പ്രയോഗിച്ചാണ് റഷ്യ കടുപ്പിച്ചിരിക്കുന്നത്. നിരവധി വാർഹെഡുകളോ പെലോഡുകളോ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ഈ ഒറോഷനിക് മിസൈൽ. ശബ്ദത്തെക്കാൾ 10 ഇരട്ടി വേഗതയുള്ള മിസൈൽ കൂടിയാണത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ഈ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കും മറ്റു നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനുമുള്ള റഷ്യയുടെ മുന്നറിയിപ്പാണ്. വെനിസ്വലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയെയും ഉക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചിരിക്കുന്നത്. കപ്പൽ റഷ്യയുടേതല്ലെങ്കിലും അതിലെ 2 ജീവനക്കാർ റഷ്യൻ പൗരന്മാരായതിനാൽ ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ ഉക്രൈനിലേക്ക് ഒറോഷനിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് മഡോറയും തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്ക റഷ്യൻ അന്ത്യശാസനത്തിന്റെ മുൻപിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും റഷ്യ തന്നെയാണ്. അവരുടെ ആവനാഴിയിൽ ഇനിയും ലോകം കാണാത്ത അനവധി ആയുധങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഒറോഷനിക്. ഒറോഷനിക് മൊബൈൽ മീഡിയം റേഞ്ച് ഗ്രൗണ്ട് ബേസ്ഡ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആണവ പോർമിന ഘടിപ്പിക്കാതെ തന്നെ ഒരു ഉൽക്ക വീഴുന്ന എഫക്റ്റാണ് സൃഷ്ടിക്കുക. അതാണ് ഇപ്പോൾ ഉക്രൈനിലും സംഭവിച്ചിരിക്കുന്നത്. ഇതുവഴി ഒന്നിനും തങ്ങൾ മടിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ലോകക്രമം മാറ്റിയെഴുതാൻ പുറപ്പെട്ട അമേരിക്കയ്ക്കും ട്രംപിനും റഷ്യ നൽകിയിരിക്കുന്നത്. ഒറേഷനിക് ഉൾപ്പെടെ ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര കരനാവിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനിൽ ആക്രമണം നടത്തിയെന്ന റഷ്യൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ആഘാതം എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വൻ നാശം ഉക്രൈനിൽ സൃഷ്ടിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാറ്റോ അതിർത്തിയും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഉക്രൈന്റെ ഏത് മേഖലയിലാണ് ഒറോഷനിക് മിസൈൽ പരീക്ഷിച്ചതെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനു മുൻപ് 2024 നവംബറിൽ റഷ്യ ഒറോഷനിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. എങ്കിലും അതൊരു വലിയ ആക്രമണം ആയിരുന്നില്ല. അന്നത്തേതിനും ഇപ്പോഴത്തെ ആക്രമണത്തിനും ഇടയിൽ നിർണായകമായ വ്യത്യാസങ്ങളുണ്ട്. മധ്യ ഉക്രൈനിലെ ഡിനീപ്രോ നഗരത്തിലെ ഒരു എറോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടായിരുന്നു എങ്കിൽ അന്നത്തേത് ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിലാണ് നടന്നിരിക്കുന്നത്. ഈ മാറ്റത്തിലെ സന്ദേശം ആര് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് അമേരിക്കൻ ചേരിയെയും ഭയപ്പെടുത്തുന്നത്. അമേരിക്കയും നാറ്റോയും അവരുടെ ചേരിയുടെ ബലത്തിൽ അഹങ്കരിക്കുമ്പോൾ ബദൽ സൈനിക ചേരി സൃഷ്ടിക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൽ ഇപ്പോൾ തന്നെ ഉത്തര കൊറിയയുണ്ട്. ഇറാനും ഈ സൈനിക ചേരിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണി അതിരുവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഈ ചേരിയിൽ കണ്ണികളാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മ അതിശക്തമായ സാമ്പത്തിക ശക്തിയായാണ് അതൊരു സൈനിക ചേരിയായി മാറണമെന്നതാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ഇതിന് മറ്റ് അംഗരാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയായും റഷ്യയുടെ പുതിയ ആക്രമണം വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോക പോലീസായ അമേരിക്കയൊന്നും റഷ്യയ്ക്ക് ഭയമില്ല. പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. അതാണ് റഷ്യയുടെ നിലപാട് എന്ന് പറയുന്നത്. എന്തായാലും റഷ്യ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനൊപ്പം ഇന്ത്യയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം അങ്ങനെയാണ്. ഈ വെനിസ്വേലയിൽ കയറി ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇത്രയൊക്കെ നാടകം കളിച്ചിട്ടും
UN അത് ചർച്ച ചെയ്തിട്ടില്ല. UN എന്ന് പറയുന്ന ഒരു ബോഡി നിലനിൽക്കുന്നുണ്ടല്ലോ ലോകത്ത്. UN എല്ലാ രാജ്യങ്ങളും ചേർന്ന് ചർച്ച ചെയ്യുകയാണ്. വെനിസുല എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി അവിടെയുള്ള ജനങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുകയും ഭയങ്കര ക്രൂരനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ജനങ്ങളെ സഹായിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ഇടപെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ UN തീരുമാനിക്കുകയാണ്, UN ഒരു സൈനിക നീക്കം നടത്താം, അതിന് അമേരിക്കയെ UN ചുമതലപ്പെടുത്തിയാണെന്ന് കരുതുക. അവിടെ ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലുണ്ട്. ഇവിടെ ലോകരാജ്യങ്ങൾ ചേർന്നാണ് അമേരിക്കയെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്താൽ കുറച്ചുകൂടി അതിൽ ന്യായമുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്, വെനിസുലയിൽ ജനാധിപത്യം ഇല്ലത്രേ, അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം, അവിടെയുള്ള ജനങ്ങൾ അയാൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളെ പിടികൂടാൻ തീരുമാനിക്കുകയാണ്. അവിടെ അങ്ങ് ട്രംപ് തീരുമാനിക്കുന്നു. ട്രംപിന്റെ സൈന്യം ഉടനെ വെനിസുലയിലേക്ക് എത്തുന്നു. അവിടത്തെ നിക്കോളാസ് മഡോറ എന്ന് പറയുന്ന നേതാവിനെ പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ കിടക്കപ്പായോടെയാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുകയാണ്, ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയാൽ എല്ലാ രാജ്യങ്ങളിലെയും നേതാക്കന്മാർ ഇതുപോലെ ജയിലഴി എണ്ണും, അല്ലെങ്കിൽ ആ രാജ്യം ഞങ്ങളോടൊപ്പം ചേരും. ഇതാണ് ട്രംപ് വെനിസുലയോട് കൂടി ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഇന്ത്യയും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒന്നും അതിന് കിട്ടില്ല എന്ന് ട്രംപ് പലവട്ടം മനസ്സിലാക്കിയതാണ്. ഉക്രൈനോട് റഷ്യയുടെ പോരാട്ടം, ഉക്രൈനെ സഹായിക്കാൻ അമേരിക്ക ഉണ്ടായിട്ട് പോലും ഉക്രൈന് രക്ഷയില്ലാതെ ഉക്രൈൻ ഓടുകയാണ്. റഷ്യയുടെ മാരകമായ ആക്രമണത്തിനും പ്രഹരത്തിനും മുന്നിൽ ഉക്രൈൻ വല്ലാതെ തകർന്നടിയുകയാണ്. എന്നിട്ടും ട്രംപ് പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരം നീക്കങ്ങൾ, അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീചമായ പ്രവർത്തികൾ, അത് അംഗീകരിക്കാൻ ലോകത്തിന് പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള രാജ്യമായ റഷ്യയോട് കളിച്ചാൽ റഷ്യക്ക് മുന്നും പിന്നും നോക്കാനില്ല. റഷ്യ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് മേലൊരു ആണവ പ്രയോഗം നടത്താൻ തീരുമാനിച്ചാൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇതുവരെ കൊണ്ടുപോകുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ നീചമായ പ്രവർത്തികൾക്കൊക്കെ ഒരു അന്തിമമായ തീരുമാനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ ഡോളറിന്റെ ഒരു ഉപയോഗം കുറച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരങ്ങൾ നടത്തുന്നു. അവിടെ വലിയ അടിയാണ് അമേരിക്കയ്ക്ക് കിട്ടുന്നത്. 3 ഭാഗത്തും കടം കയറി പല ഭാഗത്തു നിന്നും അടിയും ബഹളവും ഒക്കെ നടക്കുമ്പോഴും ട്രംപിന്റെ അഹങ്കാരത്തിനും അമേരിക്കയുടെ ചില നിലപാടുകൾക്ക് മാറ്റമില്ല എന്ന് പറയുന്നിടത്താണ് അമേരിക്കയുടെ പരാജയം എന്ന് പറയുന്നത്. മോദിയെ ഭയപ്പെടുത്താൻ ഒരുപാട് തവണ ട്രംപ് ശ്രമിച്ചപ്പോഴും എന്ത് വേണമെങ്കിലും ആയിക്കോ, തൽക്കാലം അടിയറവ് പറയാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന ഇന്ത്യൻ നിലപാടിനോടാണ് ട്രംപിന് വല്ലാത്ത ദേഷ്യം. ഇത് തന്നെയാണ് റഷ്യയോടും ട്രംപ് കാണിക്കുന്നത്. ഷീ ജിൻപിങ്ങിനോടും ഇത് തന്നെയാണ് കാണിക്കുന്നത്. കിം ജോങ് ഉന്നിനോടും കാണിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇവരാരുടെ അടുത്തും അമേരിക്കയുടെ ഒരു ഗിമിക്കും വിലപ്പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.